ഹോ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ സാർ. പാവം കിടക്കുന്ന കിടപ്പ് കണ്ടോ? കഥകൾ കേട്ടാൽ തോന്നും ആളൊരു ഭയങ്കരനാണെന്ന്. കഷ്ടം, ഈ മരക്കുറ്റി നിങ്ങളുടെ ദേഹത്തൊട്ടും ചേരില്ല. ഇതെനിക്കിരിക്കട്ടെ. ഭാഗ്യം ജിമ്മിത് കാണാഞ്ഞത്, അല്ലെങ്കിൽ പണം നഷ്ടമായേനെ. ഈ സമയം കല്ലറയിൽ എന്താണൊരു ശബ്ദം? അയ്യോ! നന്ദി യുവാവേ, വർഷങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചതിന് നന്ദി. അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ? വിധി! എനിക്ക് ദാഹിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. സ്ത്രീഗന്ധമോ? ഹഹഹ. ഈ സമയം മറ്റൊരിടത്ത്, ദാ ഇതിലെയാവും ഫ്രെഡ് പോയത്. അയ്യോ ജിം, കൊല്ലതിനെ! എന്താണിത്? ജിം, കൊല്ലതിനെ! അതിനവൻ മതിയാകില്ല. ഹഹഹ. വരൂ സുന്ദരി. ഡെല്ല, ആ കണ്ണുകൾ നോക്കരുത്. ഫ്രെഡ്, തടയരുതെന്നെ. നിന്നെ അയാൾ മയക്കിയിരിക്കുകയാണ്. നിൽക്കവിടെ. നീ ബുദ്ധിമാനാണ്, പക്ഷേ എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. ഹാവൂ, ഈ കുരിശ് കയ്യിലുണ്ടായത് നന്നായി. ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഈ ജിം എവിടെ പോയി? ഡ്രാക്കുളയുടെ ശല്യം തൽക്കാലം തീർന്നെന്ന് തോന്നുന്നു. ഇനി ജിമ്മിനെ തിരയാം. വിധി! ഇന്നു മുതൽ നീ എൻ്റെ അരുമ. നാശം! ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു പ്രഭു. അവൾ എൻ്റേതാണ്. അവളെ വിട്ടേക്ക് പ്രഭു. അത് പറയാൻ നീ ആര്? നിന്നെ ഞാൻ... പക്ഷെ നീ മരിക്കില്ല, കാരണം നീ എൻ്റെ രക്ഷകനാണ്. ഹഹഹ. ഫ്രെഡ്, അവൻ ഉറങ്ങുകയാണ്. അയ്യോ! വരൂ, നീ എൻ്റേതാണ്. ആ നശിച്ച കുരിശ് പൊട്ടിക്കൂ. പൊട്ടിക്ക്. ആ നിർദ്ദേശം അനുസരിക്കാതെ ഡെല്ലയ്ക്ക് മറ്റു മാർഗമില്ലായിരുന്നു. പിന്നീട്, ഡെല്ല, നീ എവിടെയാണ്? എഴുന്നേൽക്ക്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എൻ്റെ ഡെല്ല. അയ്യോ, എന്താണിത്? ഞാൻ മരിച്ചിട്ടില്ല ഫ്രെഡ്, മരിക്കുകയുമില്ല ഒരിക്കലും. ഹഹഹ. ഓ എൻ്റെ ദൈവമേ, രക്ഷിക്കണേ! അത് ജിമ്മിൻ്റെ കരച്ചിലാണല്ലോ. അരുത്, അടുത്തു വരരുത്. ഇല്ല, ഇതെനിക്ക് സഹിക്കാനാവില്ല. ഡെല്ല. പടിഞ്ഞാറൻ റൊമേനിയയിലെ ബ്രേല എന്ന തുറമുഖ പട്ടണം. ക്യാപ്റ്റൻ, നമുക്ക് പുറപ്പെടാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. അതിപ്രധാനമായ എന്തോ ഒന്നുകൂടി കയറ്റാനുണ്ടെന്ന് പോർട്ട് അധികൃതർ പറയുന്നു. അല്പം കൂടി കാക്കാം. അധികം കഴിയും മുമ്പ് വേഗം ഇറക്ക്. അതാ കസ്റ്റംസ് പോലീസ്. ആ കടലാസുകൾ അങ്ങോട്ട് കൊടുക്കൂ. എന്താണിതിൽ? കുറച്ച് മണ്ണാണ് സാർ. അമേരിക്കയിലെ ഒരു പരീക്ഷണശാലയിലേക്കാണ്. ശരി, അതിലൊരു പെട്ടി പരിശോധിക്കണം. തീർച്ചയായും. ഇതാ, തുറക്കാം സാർ. ഇതൊരു ശവപ്പെട്ടി പോലുണ്ടല്ലോ. എന്തൊരു ദുർഗന്ധം. ശരി, വേഗം കയറ്റിക്കോളൂ. ക്രെയിനിൻ്റെ സഹായത്തോടെ പെട്ടികൾ കപ്പലിൽ കയറ്റി. സാർ, എല്ലാം കയറ്റി കഴിഞ്ഞു. ശരി, പുറപ്പെടാം. കപ്പൽ പുറപ്പെടാനൊരുങ്ങി. അല്പം കഴിഞ്ഞ്, നാശം, ഈ കൺട്രോളിന് എന്തോ പ്രശ്നം. സമയം 8:30. ഇപ്പോൾ തന്നെ 2 മണിക്കൂർ വൈകി. ക്യാപ്റ്റൻ, പ്രൊപ്പല്ലറിൻ്റെ കൺട്രോളിന് എന്തോ കുഴപ്പം. വേഗം പരിശോധിക്ക്. ഞാനിതാ വരുന്നു. സർക്യൂട്ടിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. എൻജിൻ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സമയം ഇഴഞ്ഞു നീങ്ങി. എന്താണ് പ്രശ്നമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. വരൂ, ആ ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നുകൂടി നോക്കാം. പോർട്ടിൽ തിരക്കൊഴിഞ്ഞു. വിളറിയ നിലാവിൽ കപ്പൽ. അന്തരീക്ഷം കനക്കാൻ തുടങ്ങി. എവിടെ നിന്നോ ഒഴുകിയെത്തിയ മൂടൽമഞ്ഞ് അവിടമാകെ പരന്നു. കപ്പലിൻ്റെ ഡെക്കിൽ മൂടൽമഞ്ഞ് പരന്നു. കൺട്രോൾ റൂമിൽ ജോലിക്കാർ കിണഞ്ഞു പരിശ്രമിച്ചു. നാശം, വിളക്കണഞ്ഞല്ലോ. അകലെയുള്ള കുന്നിൽ നിന്നും ഒരു ചെന്നായുടെ ഓരിയിടൽ. ഒരാൾ തൻ്റെ കയ്യിലെ ലൈറ്റർ തെളിച്ചു. പെട്ടെന്ന്, അയ്യോ, എന്താണത്? പെട്ടെന്ന് വെളിച്ചം പരന്നു. അയ്യോ! കപ്പൽ പെട്ടെന്ന് മുന്നോട്ട് നീങ്ങിയതാ. കപ്പൽ ഡാന്യൂബിൽ നിന്നും കരിങ്കടലിലേക്ക് കടന്നു. ഇപ്പോൾ തന്നെ 6 മണിക്കൂർ വൈകി. പുലർച്ചെ ഏതൻസിൽ എത്തേണ്ടതായിരുന്നു. പരമാവധി ശ്രമിക്കാം സാർ. ഓക്കെ. ഗുഡ് നൈറ്റ് ജോൺസ്. ഗുഡ് നൈറ്റ് സാർ. വല്ലാത്ത ക്ഷീണം. ഒന്ന് ഉറങ്ങണം. അയാൾ സ്വന്തം ക്യാബിൻ്റെ വാതിൽ തുറന്നു. ഹായ് ബ്ലാക്കി. ഹലോ. എന്തു പറ്റി? പിണങ്ങിയോ?
കപ്പലിന് കേടുവന്നതുകൊണ്ടല്ലേ ഞാൻ വൈകിയത്. പെട്ടെന്ന്, ഹേയ് ബ്ലാക്കി, നിൽക്ക്, എവിടെ പോകുന്നു? നിൽക്ക്, നിൽക്കൂ ബ്ലാക്കി. ഷോ, ഈ പൂച്ച. ആ, വരുമ്പോൾ വരട്ടെ. കപ്പൽ ഏഥൻസ് ലക്ഷ്യമാക്കി കുതിച്ചു പാഞ്ഞു. ഇന്നെന്താ പതിവില്ലാതെ മഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ. നിലാവുള്ളതുകൊണ്ട് കാഴ്ചയ്ക്ക് കുഴപ്പമില്ല. ജോൺസ് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ, ഓ, പിണക്കം തീർന്നോ? എന്നാൽ വന്നാട്ടെ. യാവ്. പെട്ടെന്ന്, ഉറങ്ങ്, ഗാഠമായി ഉറങ്ങ്. ഇന്നു മുതൽ നീ എൻ്റെ അടിമ. അനുസരിക്കാം, അങ്ങ് പറയുന്നത് എന്തും അനുസരിക്കാം. ഹഹഹ, എൻ്റെ യജമാനൻ വന്നു. ഞാൻ ഭാഗ്യവാനാണ്. പറയൂ പ്രഭു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് കപ്പൽ നിലാവിനെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. അല്പനേരത്തിനു ശേഷം, എല്ലാം ഞാൻ അനുസരിക്കാം, എന്നെ രക്ഷിക്കണേ പ്രഭു. ജോൺസ് തിരിച്ചു മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന്, അത്ഭുതം, ഇത്ര വേഗം കപ്പൽ ഏഥൻസിലെത്തുമെന്ന് കരുതിയതേയില്ല. അതെ അതെ, ഇവിടെ അധികം താമസമില്ല. അടുത്ത ലക്ഷ്യം ലണ്ടനാണ്. വൈകിട്ട് കൃത്യം 8 മണിക്ക് ഇവിടെ നിന്ന് തിരിക്കാം സാർ. കപ്പൽ ഏഥൻസ് വിട്ടു. ഹോ, എന്തൊരു ഉഷ്ണം. ട്രഫാൾഗർ കടന്ന് അറ്റ്ലാന്റിക്കിൽ എത്തും വരെ ഇത് സഹിക്കേണ്ടി വരും. സമയമേറെയായി, വരൂ നമുക്ക് പോകാം. താങ്കൾ പോയിക്കോളൂ, ഞാൻ അല്പം കൂടി ഇവിടെ നിൽക്കട്ടെ. അല്പം കഴിഞ്ഞ്, തണുത്ത കാറ്റോ? ഇതെവിടെ നിന്നാണ് പെട്ടെന്ന് മഞ്ഞു വരുന്നത്? അയ്യോ, എന്താണിത്?